എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ പേടകത്തിനുള്ളിലുള്ള നമ്മുടെ ഗോകുവിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാന്തിക ശക്തി അത് 20 നിന്ന് 30 ആക്കി വേണം ട്രെയിനിങ് എടുക്കാമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഡിവൈസിൽ അപ്രകാരം സെറ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ഹാർഡായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവൻ കിങ്കായുടെ ശബ്ദം കേൾക്കും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കിങ്കായുടെ ശബ്ദം കേൾക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയും. കിങ്കായി പറയും, ഓ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ ആ പേടകത്തിൽ നിന്റെ മരിച്ചുപോയ ഫ്രണ്ട്സിനെ വീണ്ടെടുക്കാനായി നവഗ്രഹത്തിലേക്ക് പോവുകയാണല്ലേ. ഉറപ്പായാലും നിന്നെക്കൊണ്ട് നിന്റെ ലക്ഷ്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾറെഡി നമുക്കിലേക്ക് പോയ നിന്റെ ഫ്രണ്ട്സ് എല്ലാം സുരക്ഷിതരാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും അവരുടെ അവസ്ഥ മോശമാവാം. അതിനു മുൻപ് നീ അവിടേക്ക് എത്തണം. നിന്നെ ഇപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ കാരണം ഒരു സുപ്രധാന കാര്യം പറയാനാണ്. നീ പാമ്പുപാത അത് കീഴടക്കിയതുപോലെ തന്നെ ഇപ്പൊ 4 പേര് ആ പാമ്പുപാത കീഴടക്കിയിരിക്കുകയാണ്. അതും നിന്നെ കഴിഞ്ഞു വേഗത്തിൽ. ഗോകുവിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അതാരാണെന്ന് അവൻ ചോദിക്കും. അതിനാള് പറയും, അത് മറ്റാരുമല്ല, നിന്റെ 4 ഫ്രണ്ട്സ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവർ 4 പേരെയും കാണിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ കാമയോട് എനിക്ക് ഗോകുവിനോട് സംസാരിക്കണം എന്ന് പറയും. കാമയാണെങ്കിൽ പിന്നെ കിങ് കായി ആണെങ്കിൽ അദ്ദേഹത്തെ ടച്ച് ചെയ്ത് ഗോകുവിനോട് സംസാരിക്കാനായിട്ട് പറയും. ഹാൻസം ബോയ് ആണെങ്കിൽ അപ്രകാരം അദ്ദേഹത്തെ ടച്ച് ചെയ്ത് ഗോകുവിനോട് സംസാരിക്കും. ഗോകു, ഞങ്ങൾ 4 പേരും മരണത്തിന് ശേഷം കാമയുടെ സഹായത്താൽ കിങ് കായുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ തിരികെ കൊണ്ടുവരാനാണ് നീയും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തിരികെ ഞങ്ങൾ വരുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കും. എന്നോടൊപ്പം പിക്കലോയും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും എല്ലാവരും ഉണ്ട്. കുഞ്ഞിപ്പയ്യന് കാമയെ പുതിയൊരു രൂപം കൊടുത്ത് അവൻ ബാക്ക് ടു നോർമലായി. നിന്നെക്കൊണ്ട് ഉറപ്പായാലും ആ ഡ്രാഗൺ ബോൾ അത് കണ്ടെടുക്കാനായിട്ട് കഴിയും. അതിലൂടെ ഞങ്ങൾ തിരികെ എത്തും. നമ്മുടെ ശത്രുക്കളെ എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ഇല്ലാതാക്കും. ഗോകുവിനാണെങ്കിൽ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അവരെ വീണ്ടും കാണാനും സംസാരിക്കാനും പറ്റുമെന്ന് അറിയുമ്പോൾ അവന്റെ മനസ്സ് അങ്ങനെ കോരിത്തരിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റിയെ കുറിച്ച് പറയും. ഇവിടെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ഇവിടെ നീ ട്രെയിനിങ് എടുത്ത കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിന് ഗോകു പറയും, നമുക്കേൻ ഗ്രഹത്തിലേക്ക് എനിക്കിനിയും 5 ദിവസത്തെ യാത്ര കൂടെ ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഗ്രാവിറ്റി ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടി ഞാൻ ട്രെയിനിങ് എടുക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ വലിയ ആപത്തിലാണ്. കാരണം ആ ചിന്ന സയാൻ അവനും അവൻ്റെ ശക്തരായ ടീംസും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷൗക്കാവും. ഗോകു ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അവരുടെ കൂടെ തന്നെ പവർഫുള്ളായ ആരോ ഒരാളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് പുറപ്പെട്ടത്. ആ പവർഫുള്ളായ ആളെ എനിക്ക് ഇല്ലാതാക്കണം. അത് കേട്ട് ഇപ്പോൾ കിങ് ആണെങ്കിൽ ടെൻഷനാവും. ആളാണെങ്കിൽ രാമഗ്രഹം അത് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വലിയൊരു പവർ അത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ആഞ്ഞട്ടിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ കിങ്കായി ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഒരു കാരണവശാലും പവർഫുൾ ആയ ആളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവന്റെ പേര് ഫ്രീസ എന്നാണ്. അവനൊരു സാധാരണ സയാനല്ല. നിന്നെ കൊണ്ട് ഒരു കാരണവശാലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ ആ ഗ്രഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം നിന്റെ ഫ്രണ്ട്സുമായിട്ട് തിരികെ എത്തണം. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന, നീ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫ്രീസയെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഗോകു ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. ഓ നോ, അത്രയും പവറുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്ക് അവനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം. അതിന് കിങ് ആണെങ്കിൽ തീർത്തു പറയും, ഇതെന്റെ ആജ്ഞയാണ്. നീ ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നീ അവനെ മീറ്റ് ചെയ്യരുത്. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ ഇപ്പൊ കിങ് കായെ ടച്ച് ചെയ്ത് ഗോകുവിനോട് പറയും, ഇദ്ദേഹം പറയുന്നത് നീ കേൾക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും ആ ഫ്രീസയെ തോൽപ്പിച്ചിട്ടാണെങ്കിലും ഡ്രാഗൺ ബോളിലൂടെ ഞങ്ങളെ തിരികെ കൊണ്ടുവരണം. ഫ്രീസയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഡ്രാഗൺ ബോൾസിലൂടെ ഞങ്ങളെ തിരികെ എത്തിച്ചേ പറ്റൂ. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവനെ നേരിടാം. കിങ് കായ് ആണെങ്കിൽ ടെൻസ്ഡ് ആവും. നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളെ കൊണ്ട് ഫ്രീസയെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് പിക്കലോ ആണെങ്കിൽ അവനെ തോൽപ്പിക്കാനുള്ള ട്രെയിനിങ് അത് ഞങ്ങൾക്ക് തായോ. ഞങ്ങൾ തീർച്ചയായിട്ടും എന്ത് ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് തയ്യാറാണ്. നമക്കിയൻസ് അവരെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കിങ്കായ് ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ നമക് ഗ്രഹത്തിലേക്ക് പോവില്ല എന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം. വേറെ വഴിയില്ലാതെ അവരാണെങ്കിൽ ഇപ്പൊ പ്രോമിസ് ചെയ്യും. നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് അത് മറ്റൊന്നുമല്ല, എന്നെ ചിരിപ്പിക്കുക. അത് കേട്ട് എല്ലാവരും ഷോക്കാവും. ഇവിടെ ഗോകു ആണെങ്കിൽ വീണ്ടും അവന് ട്രെയിനിങ് തുടർന്നു പോകും. അതേസമയം മൊട്ടപ്പനും കുഞ്ഞിപ്പയ്യനും 2 പേരും ആ എൽഡറിനെ അന്വേഷിച്ച് പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കുഞ്ഞനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഇനി അധികം ദൂരമില്ല, ഒരു 5 മണിക്കൂർ കൂടെ നമ്മൾ പറന്നാൽ മതിയാവും. ഒരു ഭാഗത്ത് ആ ചിന്ന സയാനാണെങ്കിൽ ടെൻഷനാവും. ഓ നോ, ഇപ്പോൾ എനിക്ക് യാതൊരു പവറും സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ഇപ്പൊ 2 പവറുകൾ അവനെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുക. അവനാണെങ്കിൽ ആ പവർ കിട്ടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്. ഇത് ഹാൻസിന്റെ പവറും അല്ല, നമക്കേൻസിന്റെ പവറും അല്ല, മറ്റാരോ ആണെന്ന് പറഞ്ഞ് വമ്പ സ്പീഡിൽ വരും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ തിരിച്ചറിഞ്ഞ് ഇപ്പൊ കുഞ്ഞിനോട് എത്രയും വേഗം എവിടേക്കെങ്കിലും പോയി ഒളിക്കണം.
ആ ഒരു വെജിറ്റ ചിന്നസയാൻ അവൻ നമ്മളെ സെൻസ് ചെയ്ത് കഴിഞ്ഞു. നിമിഷവും അവൻ ഇവിടേക്ക് എത്തുന്നു പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞിനെ അവനെ പിടിച്ചു വലിച്ച് ഒരു ഭാഗത്തു നിന്ന് ഒളിച്ചിരിക്കുകയാണ്. വെജിറ്റ ആണെങ്കിൽ ഞൊടിയടയിൽ ഇവിടേക്ക് എത്തും. പക്ഷെ മറ്റൊരു പവർ സെൻസ് ചെയ്ത് അവൻ ഡൈവേർട്ടായി കടന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര ആശ്വാസം. കട്ട് ചെയ്ത ഇവിടെ മുടിയൻ അവൻ ആ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പറന്നു വരുമ്പോഴായിരിക്കും അവൻ്റെ മുൻപിലായി ആ ചിന്നസയാൻ വജീറ്റയെ കാണുക. അവർ രണ്ടുപേരും കൂട്ടിമുട്ടും. ചിന്നസയാൻ വജീറ്റയാണെങ്കിൽ ആയിട്ട് മുടിയനോട് പറയും, നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട് ഇതുപോലെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ നിന്റെ ശത്രു ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിന്നെയും ഞാൻ ഇല്ലാതാക്കും. അത് കേട്ടാ മുടിയൻ ചിരിക്കും. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ചിന്നസയാൻ പറയും, ബെസ്റ്റ് ഫ്രണ്ട് പിങ്ക് സയാൻ അവനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യം നിന്നോട് പറഞ്ഞു തന്നേനെ. അവനെ ഞാൻ ഇല്ലാതാക്കി. അത് കേട്ട് മുടിയനാണെങ്കിൽ ആദ്യം ഒന്ന് ഞെട്ടുമെങ്കിലും അവൻ സിമ്പിളായിട്ട് പറയും, ഒരിക്കലുമില്ല, നിനക്ക് അവനെ കാരണവശാൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, നീ എന്തിനാണ് ഫ്രീസയുടെ എതിരായി മാറിയത്? അതിന് ചിന്നസയാൻ പറയും, എനിക്ക് അവനോട് വെറുപ്പാണ്. അവന് എല്ലാവരുടെയും നേതാവായി മാറണം. അവൻ്റെ അധീനതയിൽ എല്ലാവരും ഉണ്ടാവണം. മാത്രമല്ല ആ ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് അവന് മാത്രം എറ്റേണൽ ലൈഫ് നേടണം. അങ്ങനെ അവൻ അപ്രകാരം ഒരു സെൽഫിഷ് പേഴ്സണാണ്. എനിക്കൊരിക്കലും അവനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എൻ്റെ കയ്യിൽ ഡ്രാഗൺ ബോൾ കിട്ടിയാൽ ഞാനത് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ കൂടെ ഞാൻ സ്വന്തമാക്കും. അത് കേട്ടാൽ മുടിയൻ സയൻ പറയും, നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഫ്രീസയുടെ പവർ അതെന്താണെന്ന് ശരിക്കും നിനക്കറിയില്ല. ചിന്നസയൻ ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഫ്രീസയുടെ ലിമിറ്റേഷൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ എങ്ങനെ തോൽപ്പിക്കണമെന്നും മനസ്സിലാക്കിയതാണ്. അവനെ ഞാൻ ഇല്ലാതാക്കും. അതിനുശേഷം ആ എറ്റേണൽ ലൈഫ് അത് ഞാൻ സ്വന്തമാക്കും. അതിനാ മുടിയൻ പറയും, ഫ്രീസയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം എന്നെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചിന്നസയാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരും ഇപ്പോൾ വമ്പം പവറും ആക്ഷനൊക്കെ ഉപയോഗിച്ച് പരസ്പരം പൊരിഞ്ഞ പോരാട്ടം. ലോങ് ഷോട്ടിലായിട്ട് മൊട്ടപ്പനും കുഞ്ഞനും അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഷോക്ക് ആവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞനോട് പറയും, അതിലൊന്ന് ആ ചിന്നസയാൻ വെജിറ്റയാണ്. നമുക്ക് പറ്റിയ സമയമാണ്. അവർ ഫൈറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ നമ്മുടെ പവർ അവർക്ക് സെൻസ് ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ അവനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ചിന്നസയാൻ അവനാണെങ്കിൽ ആ മുടിയനെ അറഞ്ചം പുറഞ്ച് അടിച്ച് താഴേക്കിടും. ഓ നോ, സത്യത്തിൽ നിന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ നീ ഇത്രയധികം ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കരുതിയതിനെ കഴിഞ്ഞും ഒരുപാട് പവർ നിനക്ക് കുറവാണെന്ന് പറഞ്ഞ് ചിന്നസയാൻ വജീറ്റയാണെങ്കിൽ മുടിയനെ അപമാനിക്കും. മുടിയനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, വാവ്, സത്യമാണ്, നിന്റെ പവർ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിരിക്കുകയാണ്. പക്ഷേ ഇത് നിന്റെ അവസാനത്തെ ഫൈറ്റാണ്. കാരണം ഇത്രയും കാലവും എൻ്റെ റിയൽ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും മുൻപിൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് കേട്ട് ചിന്നസയാൻ വജീറ്റയാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അതിനവൻ പറയും, നിന്റെ അവസാനത്തെ ചിരിയാണിത്. നിനക്കിനി ഒന്നിനും കഴിയില്ല. എൻ്റെ വെച്ച പവർ അത് പുറത്തെടുക്കാനും ഫ്രീസയുടെ മുൻപിൽ നിന്നെ തോൽപ്പിക്കാനും എനിക്ക് കിട്ടിയ അവസരം അത് ഞാൻ പാഴാക്കില്ല. കട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പനെയും കുഞ്ഞിപ്പയ്യനെയും കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് ചോദിക്കും, ഇവിടെ സൂര്യൻ അസ്തമിക്കാറില്ലേ? അതിന്റെ കുഞ്ഞിപ്പയ്യൻ പറയും, ഇവിടെ മൊത്തം 3 സൂര്യനുകളുണ്ട്. ഒന്ന് അസ്തമിക്കുമ്പോൾ മറ്റൊന്ന് പ്രകാശിക്കും. സോ ഇവിടെ രാത്രി ഉണ്ടാവാറില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ മുടിയനാണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്ത് മോൺസ്റ്റർ ട്രാൻസ്ഫർമേഷനിലേക്ക് പോവാണ്. ചിന്നസയാനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ചിന്നസയാനെ പിടിച്ച് വലിച്ച് പുറഞ്ചം ഞെട്ടിക്കും. ഇത് നിന്റെ അവസാന നിമിഷങ്ങളാണെന്ന് പറഞ്ഞ് ചിന്നസയാനെ തൂക്കിയെടുത്ത് അടിക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് പറയും, നമുക്ക് അധിക സമയം പിടിച്ചു നിൽക്കാനാവില്ല. ആ ഫൈറ്റ് വേഗം കഴിയുമെന്നാണ് തോന്നുന്നത്. ആ ലോഡിൻ്റെ അടുത്ത് എത്താനായോ? അതിനാ കുഞ്ഞൻ പറയും, അതെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി കഴിഞ്ഞു. ഇവിടെ മുടിയനാണെങ്കിൽ അവൻ്റെ മോൺസ്റ്റർ രൂപത്തിൽ അങ്ങനെ ചിന്നസയാനെ തല്ലി കൊല്ലുകയാണ്. അവൻ്റെ പവറിൽ പെട്ട് ചിന്നസയാനാണെങ്കിൽ അടിച്ച് താഴെ വീഴും. നിർത്താതെ വീണ്ടും മുടിയനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മുടിയനാണെങ്കിൽ ഇപ്പൊ വിജിറ്റയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അത്ര എളുപ്പത്തിൽ നിനക്ക് ജയിക്കാമെന്ന് കരുതിയോ? ആ ചിന്നസയാൻ വിജിറ്റയാണെങ്കിൽ അവൻ്റെ വയറ്റിൽ വീണ്ടും നിർത്താതെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ കൈയെടുക്കും. ഇവിടെ ചിന്നസയാൻ, ഓ നോ, ഞാൻ കരുതിയത് ഇവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ എൻ്റെ പവർ കൊണ്ട് ഇവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ആ ഒരു മുടിയനാണെങ്കിൽ വീണ്ടും വിജിറ്റയെ പിടിച്ചു വലിച്ച് അങ്ങനെ നിലത്തേക്ക് ആഞ്ഞടിക്കും. അവിടെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്ക്ഡ് ഔട്ട് ആവുകയാണ്. നീ എന്നെ തോൽപ്പിക്കാന്ന് കരുതി എൻ്റെ അടുത്തേക്ക് വന്നുവല്ലേ? ഇപ്പൊ തോറ്റതും ഇല്ലാതായതും നീയാണ് വിജയിറ്റ എന്ന് പറഞ്ഞ് അവൻ ടെററായി അവിടേക്ക് നോക്കും. അവന്റെ കഥ കഴിഞ്ഞു. അവനു വേണ്ടി എൻ്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. എത്രയും വേഗം ഈ കാര്യം ഫ്രീസയെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. പക്ഷേ അടുത്ത നിമിഷം വെള്ളത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് കയറി വരികയാണ്. ഓ നോ, അവൻ ഇത്രയും പവറുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഞാൻ ഓൾമോസ്റ്റ് തോൽക്കാനായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഫ്രീസയ്ക്ക് വേണ്ട ഒരു ഡ്രാഗൺ ബോൾ അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് അവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.